السلام عليكم ورحمة الله وبركاته. എന്ന പെങ്ങളെ അറിയുമോ? യുദ്ധത്തിന്റെ രണാങ്കളത്തിൽ ഹബീബായ റസൂലുള്ളാഹിനെ കൊന്നു എന്ന പ്രചരണം ശത്രുക്കൾ നടത്തിപ്പോയേ. അതാ യുദ്ധത്തിന്റെ രണാങ്കളത്തിലേക്ക് ഇറങ്ങി വരുന്ന നേരത്തെ എന്ന പെങ്ങൾ ഈ വർത്തമാനം കേട്ടപ്പോൾ എന്റെ ഈ മജ്‌ലിസിൽ വന്ന എന്റെ ഈ ഉമ്മമാർ കേൾക്കണമിത്, എന്റെ സഹോദരിമാർ കേൾക്കണമിത്. വെറുതെ ഒരു കാരണം കേട്ടിട്ട് മജ്‌ലിസിൽ നിന്ന് പൊടിയും തട്ടി എറുന്നേറ്റ് പോയാ ഈ സ്റ്റേജ് വെറുതെയാണ്, ഈ സംഗമം വെറുതെയാണ്, ഈ സംസാരം വെറുതെയാണ്, ഈ വേഷവിധാനങ്ങൾ വെറുതെയാണ്. എന്റെ ഉമ്മമാരെ, യുദ്ധത്തിന്റെ രണാങ്കളത്തിലേക്ക് ഇറങ്ങി വരുന്ന നേരത്തെ ഒരു സൈനികൻ പറയുന്നു, മോളെ കബിശാ, നിന്റെ പ്രിയപ്പെട്ട ഭർത്താവില്ലയോ, നിന്റെ പ്രിയപ്പെട്ട ഭർത്താവ്, നിന്റെ മനോഹരമാക്കുന്ന ഭർത്താവ് ലോകത്തോട് വിട പറഞ്ഞു പോയെന്ന് പറയുമ്പോൾ ആ സഹോദരി ചോദിക്കുന്നത് എന്തെന്നറിയാമോ? എവിടെയാണ് എന്റെ റസൂലുള്ളാഹ്? എവിടെയാണ് എന്റെ റസൂലുള്ളാഹ്? എവിടെയാണ് എന്റെ റസൂലുള്ളാഹ്? എവിടെയാണ് എന്റെ ഹബീബായ തിരുനബികൾ? അപ്പോൾ ആ സഹോദരൻ സൈനികൻ പറയുന്നു, മോളെ കബിശാ, നിന്റെ പ്രിയപ്പെട്ട പിതാവില്ലയോ? യാതനകളും വേദനകളും കഷ്ടപ്പാടുകളും പ്രയാസങ്ങളും പ്രതിസന്ധികളും പ്രശ്നങ്ങളും തരണം ചെയ്ത് നിന്നെ വളർത്തി വലുതാക്കിയ നിന്റെ പ്രിയപ്പെട്ട പിതാവതാ ഉപ്പയതാ ഉഹുദിന്റെ രണാങ്കളത്തിൽ വെച്ച് ശഹീദായി പോയി. മോളെ വെറും കബുശാവിൻ തുറാമിയാന്ന പെങ്ങളതാ ചോദിക്കുന്നത് എന്തെന്നറിയാമോ? എവിടെയാണ് എവിടെയാണ് എന്റെ റസൂലുള്ളാഹ്? എവിടെയാണ് എവിടെയാണ് എന്റെ നബിയുള്ളാഹ്? ആ മുഖം കാണാതെ ജീവിതമേറെ ദുസ്സഹമാണ്. ആപ്പുമേനി കണ്ടില്ലെങ്കിൽ ഏറെ ദുരിതമാണ്. എവിടെയാണ് എന്റെ ഹബീബുള്ളത്? എനിക്ക് എന്റെ ഹബീബിനെ കാണിച്ചു തരുമോ? അപ്പോൾ ആ സഹോദരൻ സൈനികൻ പറയുന്നു, മോളെ കബിശാ, നിന്റെ പ്രിയപ്പെട്ട പൊന്നുമോനില്ലയോ? വേദനകളും താരാട്ടങ്ങളും നീ നടത്തിച്ച, നീ സംസാരിപ്പിച്ചു പഠിപ്പിച്ച, നീ തലോടിയ, നീ താനാട്ട് പാടിയ, നീ നടത്തിച്ച, നീ സംസാരിപ്പിച്ചു പഠിപ്പിച്ച, നിന്റെ മടിത്തട്ടിൽ കാല് വെച്ച് നടക്കാൻ പഠിച്ച നിന്റെ പ്രിയപ്പെട്ട പൊന്നുമോനിതാ, നിന്റെ പ്രിയപ്പെട്ട പൊന്നുമോനിതാ നിന്റെ രണാങ്കളത്തിൽ വെച്ച് ശഹീദായി പോയ. മോളെ വെറും കബുശാവിൽ റാബിയാന്ന പെങ്ങൾ ചോദിക്കുന്നു, എവിടെയാണ് എന്റെ ഹബീബായ തിരുനബികൾ? എവിടെയാണ് എന്റെ റസൂലുള്ളാഹ്? ഹബീബിനെ കാണാതെ വിഷമിച്ച് വേവലാതെ കൊണ്ട് നിലവിളിച്ചെന്റെ പ്രിയപ്പെട്ട പൊന്നുമോള് പാപ്പ മരണപ്പെട്ടു, പ്രശ്നമല്ല. ഭർത്താവ് ശഹീദായ പ്രശ്നമല്ല. മകൻ മരണപ്പെട്ടു പോയി, ഒരു പ്രതിസന്ധിയുമില്ല. തന്റെ സഹോദരൻ, തന്റെ കൂടെ പുറപ്പായ സഹോദരൻ, ആ സഹോദരൻ രണാങ്കളത്തിൽ വെച്ച് ശഹീദായി പോയി. മോളെ വെറും കബുശാവിൻ റാബിയാന്ന പെങ്ങൾക്ക് വേണ്ടത് മകന്റെ മുഖമൊന്ന് നോക്കാനല്ല, മരണപ്പെട്ട് കിടക്കുന്ന ഭർത്താവിന്റെ ശരീരമെടുത്ത് ചേർത്ത് വെച്ച് ചുടുചുംബനം നൽകാനല്ല, പിതാവിന്റെ മുഖമെടുത്ത് നോക്കാനല്ല. എവിടെയാണ് എന്റെ ഹബീബ്? എവിടെയാണ് എന്റെ റസൂല്? എന്റെ റസൂലുള്ളാഹിക്ക് വല്ലതും പറ്റിയോ? എന്റെ റസൂലുള്ളാഹിക്ക് വല്ലതും സംഭവിച്ചോ? അതാഹുദിന്റെ രണാങ്കളത്തിലേക്ക് കടന്നു കയറിയിട്ട് റസൂലുള്ളാഹിനെ കാണുന്നത് വരെ വിഷമിച്ച് വേവലാതി കൊണ്ട് നിലവിളിച്ച എന്റെ പ്രിയപ്പെട്ട പൊന്നുമോള് കബുശാ ബിൻത് റാബിയ എന്ന പെങ്ങൾ ഒരു സാധാരണക്കാരിയായ സഹാബത്തിയാണെങ്കിൽ എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നമ്മൾ പറഞ്ഞ പ്രേമം നേരത്തെ പരാമർശിച്ചത് മുസ്ലിമായ എല്ലാവരെക്കാളും പ്രമാദവന്മാർക്ക് ശേഷമുള്ള സിദ്ദീഖുൽ അക്ബർ തങ്ങളുടെ പ്രേമം. അതാ ഒരു സാധാരണക്കാരിയായ സഹാബത്തിന്റെ പ്രണയം. എന്തൊരു പ്രേമമാണ് മുഅ്മിനീങ്ങളെ!